ഹായ് എവരി വൺ. ഇന്ന് ആദവിൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഏപ്രിൽ 30 അവൻ്റെ ഡേറ്റ് വരുന്നത്. പക്ഷേ ഞങ്ങളിവിടെ ഹസ്ബൻഡും മോനും ഒക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ആഘോഷിച്ചു. അവൻ്റെ നാള് വന്ന ദിവസം ആഘോഷിച്ചു. പക്ഷേ ഞാൻ ഈ പോസ്റ്റൊക്കെ ചെയ്യുന്നത് അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ എല്ലാവരും കൂടി അവൻ്റെ തീമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്രാവശ്യം സ്പൈഡർമാനാണ്. അപ്പോൾ കുറേ നാളുകൊണ്ട് പറയുവാണ് എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ സ്പൈഡർമാൻ്റെ കേക്ക് കട്ട് ചെയ്യണേ, സ്പൈഡർമാൻ്റെ കേക്ക് കട്ട് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് കുറേ നാളുകൊണ്ട് പറയുന്ന അവൻ്റെ ഒരു ആഗ്രഹമാണ്. കണ്ട സ്പൈഡർമാൻ ഇങ്ങനെയാണ് അവൻ്റെ ഡ്രസ്സ് ഇട്ട. അങ്ങനെ ഞങ്ങളൊരു സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ ഒപ്പിച്ച് കേക്കൊക്കെ ഓർഡർ ചെയ്തു. സ്പൈഡർമാൻ്റെ ഡിസൈനൊക്കെ വെച്ചിട്ട് വളരെ വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു കേക്ക്. അത് വാനില ചോക്ലേറ്റ് ഫ്ലേവറിൽ വരുന്ന കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് കൊണ്ടുവച്ചതും അവൻ എക്സൈറ്റഡ് ആയി. അവൻ പറഞ്ഞു ഞാനിപ്പോൾ തന്നെ കട്ട് ചെയ്യട്ടെ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ, ഞാൻ കട്ട് ചെയ്യാൻ പോവാന്ന്. പക്ഷേ എല്ലാവരും ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ഡ്രസ്സ് ഇടാം. അങ്ങനെ എല്ലാവരും ഒപ്പിച്ചു കേട്ടോ. വൈറ്റ് ഡ്രസ്സൊക്കെ സഡനായിട്ട് പ്ലാൻ ചെയ്താണ്. അതിന് കുഞ്ഞു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ എല്ലാ വർഷവും ഞങ്ങൾ നാട്ടിലായിരിക്കും കേട്ടോ ആദവിൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ ഇതുവരെ അവൻ അങ്ങനെ അവിടെ ഒരു ബർത്ത്ഡേ ആഘോഷം ബാംഗ്ലൂരിൽ ഇതുവരെ നടന്നിട്ടേയില്ല. അപ്പോൾ എപ്പോഴും നാട്ടിലായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷം ചെയ്യുമായിരുന്നു. അപ്പോൾ അവനങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോവാ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് നമ്മളെല്ലാവരും കൂടെ അറേഞ്ച് ചെയ്തു. എല്ലാവരും കൂടെ നിന്ന് കേക്ക് കട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാണുന്നത്. അവന് ഭയങ്കര എക്സൈറ്റഡ്. അവൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവരുടെയും വായിൽ വെച്ച് കൊടുക്കണം, പിന്നെ അവൻ്റെ മുഖത്ത് ഇങ്ങനെ തേക്കണം. അവനിങ്ങനെ കാണുമല്ലോ, കാരണം അപ്പാർട്ട്മെൻറ്റിലെന്ന് പറയുമ്പം എന്നും ബർത്ത്ഡേ ആണ്, എന്നും ബർത്ത്ഡേ ആഘോഷമായിരിക്കും അപ്പാർട്ട്മെൻറ്റിൽ. അപ്പം ഇവൻ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് പോകും. അപ്പോൾ ഇവൻ പറയും എൻ്റെ ബർത്ത്ഡേ എന്നാ വരുന്നത്, എൻ്റെ ബർത്ത്ഡേ എന്നാ വന്നത്, എനിക്കിങ്ങനെ തേക്കണം, മുഖത്ത് തേക്കണം, അങ്ങനെ അതൊക്കെ കാര്യത്തിലൊക്കെ അവൻ എല്ലാവരും കൊണ്ട് പറയിപ്പിച്ച് ചെയ്യുകയാണ്, ഇങ്ങനെ ചെയ്യണേ അങ്ങനെ ചെയ്യണേന്ന്. അപ്പം അങ്ങനെ ഓരോരുത്തർക്കായിട്ട് കേക്ക് കട്ട് ചെയ്ത് വായിൽ വെച്ച് കൊടുക്കുകയാണ്. അവൻ്റെ നോട്ടം എന്താ അറിയോ, അതിൻ്റെ സൈഡിൽ ആ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടില്ലേ, ആ റെഡ് കളറിൽ അത് കഴിക്കാനാണ്. അതെടുത്ത് വായിൽ വെച്ച് തരുമെന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പോൾ ലക്ഷ്മി അതെടുത്ത് വായിൽ, അപ്പോൾ എല്ലാവരുടെയും ഭാഗം അവന് കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അവസാനം മതിയായി അവന് കേക്ക്, എനിക്കിനി കേക്ക് വേണ്ടാന്നേ പറയാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരും ആമി വെച്ച് കൊടുക്കണം. ആമി ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. അത് ആദവുമാണ് ഭയങ്കര എക്സൈറ്റഡ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മളിത് ആക്ച്വലി ഇവിടെ ഒരു പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. ഇന്ന് സെലിബ്രേറ്റ് അവൻ്റെ നാൾ വരുന്ന ദിവസം പെട്ടെന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്. ആക്ച്വലി ഹസ്ബൻഡ് ഒക്കെ ഏപ്രിൽ 30 വരെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ ഹസ്ബൻഡ് ഉള്ള ദിവസം നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് പ്ലാൻ ചെയ്ത്, അപ്പോൾ ഇവിടെ ഒരു ബേക്കറിയിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവരെല്ലാം സെറ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ട് തന്നു കേട്ടോ. കേക്കും ഇങ്ങനത്തെ നമ്മളൊരു ഡിസൈൻ അയച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് സ്പൈഡർമാൻ്റെ ഒരു ഡ്രസ്സ് വാങ്ങി. അവൻ ഭയങ്കര ഹാപ്പിയായി. സ്പൈഡർമാൻ്റെ ഡ്രസ്സെന്ന് പറഞ്ഞത് അമ്മയെ വായി വെച്ച് കൊടുക്കുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കേട്ടോ, അവൻ ആ സ്പൈഡർമാൻ നമുക്കിങ്ങനെ വെച്ചിരിക്കുന്നതാണ്, എടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഏതായാലും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചു. ഏപ്രിൽ 30 ആക്ച്വലി ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തില്ല. ആ ദിവസം തന്നെയാണ് ചേട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ വരുന്നത്. ശ്രീമോനെ കണ്ടിട്ടില്ലേ വീഡിയോസിലൊക്കെ, ശ്രീമോൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ശ്രീമോൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ആദവിൻ്റെ 2 പേർക്ക് ഒരേ ദിവസമാണ് ബർത്ത്ഡേ വരുന്നത്. ഇതാണ് ഗിഫ്റ്റുകൾ കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് പാക്ക് ചെയ്ത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവൻ അങ്ങനെ ആക്ച്വലി നാട്ടിലാവുമ്പോൾ നമ്മളിങ്ങനെ വലിയ ആൾക്കാരെ ആരും ഫ്രണ്ട്സ് ഒന്നും അടുത്താരെയും നമ്മൾ അങ്ങനെ വിളിക്കാറില്ലല്ലോ. കുട്ടികളൊന്നും അധികം ഇവിടെ ഇല്ല. നമ്മളങ്ങനെ കുട്ടികളെ ആരെയും വിളിക്കാറില്ല. അപ്പം ഇവൻ ഈ ബർത്ത്ഡേ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. അത് ഈ ഗിഫ്റ്റ് പാക്ക് ചെയ്ത് തന്നെ കിട്ടണേ. നമ്മൾ ഈ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ മിക്കവാറും ബർത്ത്ഡേ സെലിബ്രേഷൻസ് കാണും. അപ്പോൾ ഇവനിങ്ങനെ പോകുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ കുറേ ഗിഫ്റ്റുകൾ കിട്ടുമല്ലോ. അപ്പം ഇവരെ ആയ കാരണം ഇവനിങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഇവൻ എപ്പോഴും പറയും അമ്മ എനിക്ക് എന്താ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടാത്തത്, എനിക്കാരും ഇങ്ങനെ തരില്ലല്ലോ, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വേണം. ഇപ്പോൾ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ അവൻ അതങ്ങ് എടുക്കും, എനിക്ക് വേണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തു അവന് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് എല്ലാവരെയും കൊണ്ട് കൊടുപ്പിക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ അങ്ങനെ വാങ്ങി. പിന്നെ അവന് ഭയങ്കര വേണമെന്ന് പറഞ്ഞൊരു സംഭവമാണ് ലക്ഷ്മി ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോകുന്നത്. അവന് കുറേ നാളുകൊണ്ടുള്ള ആഗ്രഹമായിരുന്നു അവന് ഒരു അംബ്രല്ല വേണമെന്നുള്ളത്. അപ്പം അംബ്രല്ല വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും വഴക്കായിരുന്നു. അപ്പം അങ്ങനെ ലക്ഷ്മി ഇതാ ഒരു അംബ്രല്ലയൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഗിഫ്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, എനിക്ക് അംബ്രല്ല കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. അന്ന് മുഴുവൻ രാത്രി മുഴുവൻ ഈ അംബ്രല്ലയും കൊണ്ട് നടപ്പായിരുന്നു കേട്ടോ. റെഡ് കളർ അംബ്രല്ല വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവന് ആഗ്രഹിച്ച കുറച്ച് സാധനങ്ങളുണ്ട്, ചെറിയ ചെറിയ ടോയ്സ്. അവന് ചില ടോയ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. ടോയ്സ് എന്നല്ല, ചില വണ്ടികൾ, ചില സാധനങ്ങൾ. അപ്പോൾ ആ ടൈപ്പ് സാധനങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അങ്ങനെ എല്ലാവരുടെയും വക ഗിഫ്റ്റ് പാക്ക് ചെയ്തിരുന്നു. സെയിം കടയിൽ നിന്നാണ്, അതുകൊണ്ടാണ് സെയിം കളറിൽ കവർ വരുന്നത് കേട്ടോ. എല്ലാവർക്കും വേണ്ടി ഞങ്ങളത് പാക്ക് ചെയ്യിപ്പിച്ചു, കുഞ്ഞു കുഞ്ഞു ടോയ്സ്. അങ്ങനെ നമ്മളിനി ഗിഫ്റ്റെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അവൻ ഈ സിമെൻറ്റ് മിക്സ് ചെയ്യുന്ന ഒരു വണ്ടിയുണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ആദ്യം കൊടുക്കുന്നത്, സിമെൻറ്റ് മിക്സ്ചർ വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുക. അത് ഭയങ്കര ഇഷ്ടമാണ്, കുഞ്ഞിൽ തൊട്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ ആ വണ്ടിയോട്. പിന്നെ JCB, ഇതാണ് ആ വണ്ടി. അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ പോകും. പിന്നെ ഒരു കുഞ്ഞ് സ്കൂട്ടർ വാങ്ങിയിരുന്നു, പിന്നെ ഒരു JCB വാങ്ങി. പിന്നെ അവന് കൊടുത്തിരിക്കുന്നത് ഇത് അടുത്ത സാധനം, അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ്, ഗിഫ്റ്റാണ് ഈ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അവൻ ഭയങ്കര എക്സൈറ്റഡ്. എൻ്റെ ഗിഫ്റ്റ് JCB അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റാണ്. ഇനിയുള്ളതാണ് ഒരു റെഡ് കളർ കാറ് വേണം, റിമോട്ട് കൺട്രോൾ കാറ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അവൻ പ്രതീക്ഷിച്ചേ ഇല്ല അങ്ങനത്തെ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുക. ഞാൻ എപ്പോഴും പറയും ബാറ്ററി ഇടുന്നതൊന്നും വേണ്ട, അത് പിന്നെ ഇത് റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അത് വാങ്ങിയാൽ തരണം. ഇതാണ്. അപ്പോൾ ഇത് നോക്ക്, കുട്ടികളെക്കാളും എക്സൈറ്റഡ് നമുക്കൊക്കെ ആയിരിക്കുമല്ലോ ഇതെങ്ങനെ ഓടിക്കുന്നതെന്നൊക്കെ. ഇത് കണ്ടോ? അപ്പോൾ അങ്ങനെ ഓടിച്ച് നോക്കുവാണ്, അതോ തന്നെ ഓടിച്ച് നോക്കുക. ഭയങ്കര സന്തോഷമായി. അതിന് ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ അത് കിട്ടിയതിന്. ഇനി അടുത്ത ഗിഫ്റ്റ്, അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അടുത്ത ഗിഫ്റ്റ് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്ത ഗിഫ്റ്റ് പൊട്ടിക്കാൻ നോക്കുവാണ്. അത് കൊടുത്ത്, അതും അവന് കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചതാണ്. അപ്പം നമ്മളത് വലിയ ഡേഞ്ചറസ് ഒന്നും ഇല്ലാത്തത് നോക്കി പ്ലാൻ ചെയ്ത് വാങ്ങിയതാണ്. അതിനകത്ത് ചെറിയ ഈ ബുള്ളറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഗണ്ണാണ് വാങ്ങിയിരിക്കുന്നത്, അതിൽ ചെറിയ ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ജസ്റ്റ് ലൈറ്റ് മാത്രം വെച്ചിട്ടുള്ള ഒരു ലേസർ ലൈറ്റ് ഉണ്ട്. അപ്പോൾ അവന് ഹാപ്പിയായി. അല്ലെങ്കിൽ അതിൽ സൗണ്ട് വരുന്നില്ല, അത് അടിക്കാൻ പറ്റുന്നതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡേഞ്ചറസ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളതിലൊരു ലേസർ ലൈറ്റൊക്കെ ഉള്ളത് വെച്ചാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് അത് ഭയങ്കര ഹാപ്പി. ആ ലൈറ്റ് കണ്ടത് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അങ്ങനത്തെ ഒരു ഗണ്ണാണ് വാങ്ങിയത്. അപ്പോൾ അത് അടിച്ച് കളിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ അതും സെറ്റ് ചെയ്ത് എല്ലാം നമ്മൾ ബാറ്ററി ഒക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്താണ് അതിനകത്ത് വെച്ചിരുന്നത്. കണ്ട ഇതാണ് അത് സംഭവം. ഇത് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ അവൻ തുടങ്ങി അവൻ്റെ കളികളും. അവന് ഭയങ്കര ഹാപ്പി ആയിട്ട് അതിനൊരു മാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഡ്രസ്സിൻ്റെ കൂടെ കേട്ടോ, സ്കൂട്ടർ, അങ്ങനെ എല്ലാം എടുത്തിട്ട് അവൻ കളി തുടങ്ങി. അങ്ങനെ ഒരു നല്ലൊരു ബർത്ത്ഡേ ആശംസകൾ കൊടുത്തിരിക്കുന്നു ആദവിനും. അങ്ങനെ അവന് ഹാപ്പി ആയൊരു ബർത്ത്ഡേ അങ്ങനെ കഴിയുന്നു. ഇനി അടുത്ത വർഷം അവൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി അവൻ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ താങ്ക് യു. എല്ലാവരും വീഡിയോ കാണും, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.